നമസ്കാരം. ഇന്നലെ ടൗണില് പോയപ്പോ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചു. ഭാര്യ എന്ന് അറിഞ്ഞില്ല. കാരണം ഫോണിൽ എന്തുകൊണ്ടോ ലൈറ്റ് വരുന്നില്ല, ആരാ വിളിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഇനി തിരിച്ചു വിളിക്കണമെങ്കിൽ അത് എടുക്കാൻ കഴിയണ്ടേ. ചുരുക്കം പറയാണ്, ഭാര്യയുടെ ഫോൺ നമ്പർ അറിയില്ല. ഇതറിയണമോ എന്നൊരു ചോദ്യം അപ്പുണ്ട്. ഭാര്യയുടെ ഫോൺ നമ്പർ, ബന്ധുക്കളുടെ ഫോൺ നമ്പർ, ഇതൊക്കെ ഫോണിലുണ്ട്. നമുക്കിപ്പോൾ ഇത് അറിയേണ്ട കാര്യമില്ല. ഒരു സംഖ്യയെ വേറെ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ പണ്ട് ഗുണകോഷ്ടം എപ്പോഴും ആവശ്യമുള്ളതാണ്. സന്ധ്യയ്ക്ക് കുട്ടികൾ ഇരുന്നിട്ട് നാമം ജപിച്ചു കഴിഞ്ഞാൽ 2 2 16 3 24 4 8 32 5 8 40 എന്ന് പഠിച്ചിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കാൽക്കുലേറ്റർ ഉണ്ട്. കാൽക്കുലേറ്റർ വന്ന കാലത്ത് തന്നെ ഞാൻ മാതൃഭൂമിയിൽ ഒരു ചെറുകഥ എഴുതിയിരുന്നു. കണക്ക് മാഷോട് പറയാണ്, എനിക്കിപ്പോ ഒന്നും വേണ്ട, അച്ഛൻ കാൽക്കുലേറ്റർ തന്നിട്ടുണ്ട്. അന്ന് കാൽക്കുലേറ്റർ അപൂർവമാണ്. എന്നിട്ടും ഓവർ ഇൻഫർമേഷൻ സ്ട്രെസ് നമ്മൾ അനുഭവിക്കുകയാണ്. സ്ട്രെസ്, പല വിധത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. മാനസിക സമ്മർദ്ദം. നമ്മുടെ രോഗങ്ങളുടെ മുഴുവൻ കാരണം മാനസികമായ സ്ട്രെസ്സാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ ഈ മനസ്സിന്റെ കമ്പ്യൂട്ടറിൽ ഇടുന്നത്? വിനയപൂർവം എൻ്റെ ശ്രോതാക്കൾക്ക് പറയാണ്, ഒരു തവണ ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. 6 മാസം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് വോട്ടെണ്ണൽ, അങ്ങനെ എന്തോ. 8 മാസം 24 മണിക്കൂർ തന്നെ പറയാം ഇതിങ്ങനെ ചർച്ച ചെയ്യേ. 8 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച, ഇങ്ങോട്ട് മറുപടി, വഴിയിൽ ചർച്ച, മറ്റാൾ ഇങ്ങനെ പറഞ്ഞു, ഇന്ന സംസ്ഥാനത്ത് ഇങ്ങനെ പറഞ്ഞു. അമിതമായ ഇൻഫർമേഷൻ ഒരു സ്ട്രെസ് ഉണ്ടാക്കും. എന്റെ കാര്യം മാത്രം പറയാണ്, അനുകരിക്കണം എന്നില്ല. റിസൾട്ട് വന്നിട്ടേ പിന്നീട് ഞാൻ ന്യൂസ് കേട്ടിട്ടുള്ളൂ. റിസൾട്ട് വന്നു, ഇന്ന ആളുകൾ ഇന്ന സ്ഥലത്ത് ജയിച്ചു. അതിനിടയ്ക്കുള്ളത് ഒന്നും കേട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പൊ എന്തേ കുറവ് പറ്റിയേ? ജീവിതത്തിൽ ഇപ്പൊ എന്തെങ്കിലും കുറവുണ്ടോ? എന്റെ നിയോജക മണ്ഡലത്തിൽ ഇന്ന ആളാണ് ജയിച്ചതെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് മുഴുവൻ എന്തിനാ തലയിൽ വെക്കണത്? ഇൻഫർമേഷന്റെ സ്ട്രെസ് ആവശ്യമില്ലാത്ത തലയിൽ, അത് പ്രഷർ കൂട്ടും. താങ്കൾക്ക് ഇപ്പൊ പ്രഷറിന്റെ കാര്യം എന്താ എന്ന് ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞാണ്, മകനും ഭാര്യയും കൂടി ബാംഗ്ലൂർക്ക് പോയിരിക്കുകയാണ് കാറിൽ. അപ്പൊ അതിന് അവിടെ എത്തി എന്ന് പറയുമ്പോഴേ സമാധാനമുള്ളൂ, അതും സ്ട്രെസ് അല്ലേ. മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയണം. നോക്കിയിട്ടുണ്ടോ? ഇതൊക്കെ തലയ്ക്കകത്ത്. ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ എവിടൊക്കെ പോയി എന്ന് അപ്പപ്പം വിളിച്ച് പറയാണ്. ഞാൻ ഗോപാലകൃഷ്ണന്റെ വീടിന് മുമ്പിലെത്തി, കാളിമ്പല് അടിച്ചു നിൽക്കുക. വാല് പറഞ്ഞില്ലേ അയാള്? ഓരോരോ സ്റ്റേജായിട്ട് അറിയണ്ടേ. ഇതിന്നൊരു മോചനം വേണ്ട. ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് വേണോ?
ഫോൺ നമ്പർ മുഴുവൻ ഇതിലുണ്ടല്ലോ. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വേർഡിൽ ഫീഡ് ചെയ്തിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ പലവരും ജയിക്കും, ചിലവർ അനവധി നിയോജകമണ്ഡലത്തിൽ നിൽക്കും. അങ്ങനെ അത്ര നിയമം. ജയിച്ചോടത്തിന്ന് രാജിവെക്കും, വേറെ പലയിടത്തും ജയിച്ചിട്ടുണ്ട്. അപ്പൊ വേറെ ആൾക്ക് വീണ്ടും പോവുക. ഇത്ര വോട്ടാ കിട്ടിയ ഇയാൾക്ക് എത്തണം. അത് കഴിഞ്ഞില്ല, അയാൾക്കും തോന്നുകയാണ് രാജ്യത്തിളയാണ്, വീണ്ടും തെരഞ്ഞെടുപ്പ്. ഇതൊക്കെ മനസ്സിൽ വെക്കുകയും ഏതോ കൊല്ലം മുതൽക്ക് ഓരോ സ്ഥലത്തും ഓരോരുത്തർക്ക് എത്ര വോട്ട് കിട്ടി മുതൽക്ക് അമിതമായ ഇൻഫർമേഷൻ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നില്ലേ? അറിയേണ്ടാത്ത കുറെ കാര്യമില്ലേ നമ്മുടെ വീട്ടിൽ? നമ്മുടെ വീട്ടിൽ അറിയേണ്ടാത്ത കുറെ കാര്യം ഇല്ലേ? ഇന്നലെ സംഭാഷണ മധ്യേ ഞാൻ പറഞ്ഞപ്പോ വിഷമടിക്കാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. രാജഗോപാലിന്റെ വീട്ടിൽ പോയപ്പോ ടെറസിന്റെ മുകളിൽ അയാള് കൃഷി ചെയ്യുന്നുണ്ട്. അതും അവിടെയും വിഷമടിച്ചിട്ടാണല്ലോ എന്ന് പറഞ്ഞപ്പോ കേട്ട രണ്ടുപേര്, രാജഗോപാലൻ ഇങ്ങനെയാണെന്ന് രാജഗോപാലിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ വിചാരിച്ച രാജഗോപാലനല്ല. ഒന്നും മിണ്ടിയില്ല. എന്തിനെപ്പെട്ട ഒരു വ്യക്തി എന്ന് വിചാരിച്ചാ പോലെ, ഒരു വ്യക്തി, അതിനൊരു പേരാണ്. കഴിഞ്ഞ 3 മാസം മുമ്പ് ചെറുപ്പശ്ശേരി പോയപ്പോ എങ്ങനെ ഉണ്ടായി? ആ വിഷയത്തിനാണ് പ്രാധാന്യം. ചെറുപ്പശ്ശേരി അല്ലാതെ ഇപ്പുറത്ത് വല്ലപ്പുഴയിലാണ്. എന്തിനറിയുന്നു? ആവശ്യത്തിൽ കവിഞ്ഞുള്ള ഇൻഫർമേഷൻ മസ്തിഷ്കത്തിൽ നിർമ്മിച്ച് സ്ട്രെസ് ഉണ്ടാക്കുന്നില്ലേ? കുട്ടി സ്കൂൾ ബസ്സിൽ കയറി, ഇനി അവിടെ എത്തിയാലേ സമാധാനമുള്ളൂ. കോഴിക്കോട്ടുകാരൻ തിരുവനന്തപുരത്തേക്ക് പോയ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ വീട്ടിലേക്ക് വിളി. ഇതിന് ട്രെയിൻ 40 മിനിറ്റ് ലേറ്റ്. യഥാർത്ഥത്തിൽ ആ വ്യക്തി എന്ത് കാര്യത്തിന് പോയോ ആ കാര്യം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ വിളിച്ചാ പോരെ? എന്റെ ചോദ്യം. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ഇന്ന സ്ഥലത്തേക്കാണ് പോണത്, ഇന്ന ദിവസം വരിക എന്നുള്ളത് ഏകദേശം ഇൻഫർമേഷൻ വീട്ടിൽ പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം അപ്പൊപ്പ ഓരോ തവണയും എവിടെയാണ് ആവശ്യമുണ്ടോ? ആവശ്യമുള്ളതിൽ കവിഞ്ഞ് ഇൻഫർമേഷൻ കൊച്ചു കുട്ടികൾക്ക് വരെ ഇന്ന് ഉണ്ട്. അതൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. സമ്മർദ്ദം. ഈ കക്ഷി രാഷ്ട്രീയവും വോട്ട് രാഷ്ട്രീയവും ബാക്കി കാര്യങ്ങളൊക്കെ ഈ തലയ്ക്കകത്ത് വെക്കുമ്പോൾ എന്ത് സംഭവിച്ചാൽ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് ഇവിടെ ജന്മം കിട്ടിയാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് അറിയോ? അതിനൊക്കെ ഇവിടെ നേരം. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും നാം വായിക്കുന്നതായിട്ടുള്ള മഹത്തായ ഗ്രന്ഥങ്ങളുണ്ട്. അയ്യോ, അതൊക്കെ വായിക്കാൻ നേരം അവിടെ. അത് വായിക്കാനല്ലേ ഈ ജന്മം. മുഴുവൻ ചർച്ചകളും വേസ്റ്റ് ചർച്ചയല്ലേ? ആ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുള്ളതാണോ ജീവിതത്തിൽ? നിങ്ങളുടെ പ്രായം എത്രയാ? 84. നിങ്ങൾ അറിയേണ്ട ഇൻഫർമേഷനാണ് അത്. ആരുടെ മകളുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ആരെ പ്രണയിക്കുന്നു, എക്സിനെയാണോ വൈയെയാണോ പ്രണയിക്കുന്നത് എന്നുള്ളത് ഈ 84 അറിയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ നോക്കിയാൽ അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടാക്കാൻ അമിതമായിട്ടുള്ള ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ വേണ്ട. അപ്പൊരു ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ജന്മം എടുത്തു.
ബൃഹത്തായ ഇതിഹാസങ്ങള്, മനസ്സിൽ ആനന്ദത്തിന്റെ മഴ പെയ്യിക്കുന്ന വലിയ ഇൻഫർമേഷനും സന്ദേശവും തന്ന ഗ്രന്ഥങ്ങളുണ്ട്. ചിലർ റിട്ടയർമെന്റിന്റെ മുമ്പേ കുറെ പുസ്തകങ്ങൾ വാങ്ങി വെക്കും. ശരിക്കും വായന തുടങ്ങേണ്ടത് 20-ാമത്തെ വയസ്സിലാണ്. ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷമാണ് വായന. എന്നിട്ടോ അലമാറയിൽ അവിടെ ഇരിക്കും, എടുക്കില്ല. കാരണം ഇവിടെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോരോ കാര്യത്തെ ചൊല്ലിയും ബന്ധുക്കളെ മുഴുവൻ കൊന്നു തെളിവെടുപ്പിന് കൊണ്ടുവരികയാണ്. അതിന്റെ ഓരോ നിമിഷവും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമുക്കറിയണം. നമ്മളും അതുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ ഈ സമൂഹത്തിൽ എത്രയോ ചീത്ത കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഇൻഫർമേഷൻ ആവശ്യമില്ലാത്ത എന്തിനാ തലയ്ക്കകത്ത്? ഇപ്പൊ ആവശ്യമില്ലാത്തതല്ലേ തലയ്ക്കകത്ത്? ഒരു വീട് ഒഴിഞ്ഞിട്ട് ഒരാൾ പോകുമ്പോൾ എത്ര സംഗതികളാ വേസ്റ്റ് അറിയും. ആ പുതിയ വീട്ടിൽ ഇത് കൊണ്ടോണ്ട വേസ്റ്റ്. അപ്പൊ ഈ വേസ്റ്റിന്റെ ഇടയിലല്ലേ ഇത്രയും കാലം ഇയാൾ ജീവിച്ചിരുന്നത്? അതുപോലെ വേസ്റ്റായ എത്രയോ ഇൻഫർമേഷൻ. മറ്റേ സ്ത്രീ 3-ാമത്തെയും ഡൈവേഴ്സ് ചെയ്ത് 4-ാമത് കല്യാണം കഴിച്ചു. അല്ല, ആ ഭാഗം ഡൈവേഴ്സ് ചെയ്തവരുടെ പേരെന്തൊക്കെയാ ഒന്ന് അറിയണമല്ലോ. ഗോപാലകൃഷ്ണൻ, രാമകൃഷ്ണൻ, പിന്നെ ഒരാളുണ്ടായിരുന്നല്ലോ. ആ ഇൻഫർമേഷന്റെ ആവശ്യമുണ്ടോ? ഫോണിന്റെ ഡീറ്റെയിൽസ്, വീടിന്റെ ഡീറ്റെയിൽസ്, ഇൻകം ടാക്സിന്റെ 10,000 കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കൂട്ടോ. ആവശ്യമില്ലാത്ത സ്ട്രെസ് ഒഴിവാക്കുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.